പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ് ഈ യൂട്യൂബ് ചാനലിലെ വീക്ക്ലി പോഡ്കാസ്റ്റിന്റെ എത്രാമത്തെ എപ്പിസോഡാണ്? 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 3 ആഴ്ചയിൽ എന്തൊക്കെ നടന്നു? ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ ടെസ്റ്റ് ജയിച്ചു, ഇന്നിങ്സ് ജയിച്ചു, ODI സീരീസ് കഴിഞ്ഞു, അതും ഇന്ത്യ ജയിച്ചു. എടുത്ത് പറയാനുള്ളത് ബ്രാറല്ലോ, ശുഭ്മാൻ ഗിൽ 150 അടിച്ചു. ശുഭ്മാൻ ഗിൽ നല്ല വൃത്തിയിൽ കളിച്ചു. അതുപോലെ തന്നെ നമ്മൾ കിഷൻ കഴിഞ്ഞ രണ്ടുപേരെ പറ്റി പറഞ്ഞിരുന്നു, ബ്രാറും മാനവസുധറും. ബ്രാർ രണ്ടുപേരെ പറ്റി പറഞ്ഞിരുന്നു, പക്ഷെ മാനവസുധർ വളരെ മികച്ച ഗോൾ എറിഞ്ഞിരുന്നു, നന്നായി കളിച്ചു. വെരി ഗുഡ്. ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യത്തെ ODI സീരീസ് ജയിച്ചു. പിന്നെ ഹർഷിത് റാണ ഇസ് ബാക്ക്. അയർലൻഡുമായിട്ടുള്ള T20 സീരീസ് നമ്മുടെ റാണ ഉണ്ടായിരുന്നു. സോ വെൽക്കം ബാക്ക്. ഏറെ നാളെ കാത്തിരിഞ്ഞു, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നാണ് ഒരു കംബാക്ക് വന്നത്. റാണ ഫാൻസ് അതെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസിയുള്ള ആദ്യത്തെ മത്സരം. സോ കഴിഞ്ഞ വേൾഡ് കപ്പില് പോലെ തന്നെ ഇപ്പോഴും നടന്നത്. ഫസ്റ്റ് കളി സിംബാബ്വേയോട് അവിടെ തോറ്റു, അയർലൻഡിലൂടെ അവിടെ തോറ്റു. ഇന്ന് രണ്ടാമത്തെ കളി ഉണ്ടാന്ന് തോന്നുന്നു, രാത്രി സൺഡേ ആണ്. പിന്നെ അതിലും ചോദ്യചിഹ്നമായിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. പ്രസിദ്ധ് കൃഷ്ണ അത് ശരിയാണ്. കാരണം ഇന്ത്യക്ക് വേറെ ബോളർമാരില്ലെന്നാണോ? അല്ല, വേറെ ഓപ്ഷൻ ഉണ്ട്. എന്തുമാത്രം ഓപ്ഷൻ? പ്രസിദ്ധ് കൃഷ്ണ ഇത്രയും ബാക്ക് ചെയ്യുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഗില്ലിന്റെ സ്പൈ ആണോന്ന് നമ്മൾ ആലോചിക്കുന്നു. കാരണം കഴിഞ്ഞ ലാസ്റ്റ് ഓവറിൽ 27 റണ്ണാണ് ലാസ്റ്റ് ഓവറിൽ പോയിട്ടുള്ളത്. അതെ, പക്ഷെ നമ്മൾ അപ്പോഴും പറയുമ്പോൾ പ്രസിദ്ധ് കൃഷ്ണ മാത്രമല്ല, ബാറ്റ് കാര്യം ചെയ്തില്ല. ബാറ്റിൽ പിന്നെ ബാറ്റിംഗിൽ എടുത്ത് പറയേണ്ടത് നമുക്ക് ആകെ അതിലൊരു സന്തോഷിക്കാനുണ്ടായിരുന്നു. 50 ആയിരുന്നു, പക്ഷെ 49 ഉള്ളൂ. കാരണം അവസാനം കഴിഞ്ഞ് സ്കോർ ഇടാൻ നോക്കിയപ്പോൾ ആരും അറിയാത്ത കാര്യം, അമ്പയർ പോലും വിളിക്കാത്ത കാര്യം, സ്കോർ കാർഡിൽ ആളെ പറഞ്ഞത് ലെഗ് ബൈ ആണ്. അതെനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം അമ്പയറിന്റെ ഇതാണ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓഫ് ഫീൽഡിൽ സംഭവം നടക്കുന്നു. ശരിയാണ്, പക്ഷെ എനിക്കൊന്ന് ടീം സ്കോറിനെ ബാധിക്കാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ പ്ലെയറിന്റെ പാട് കിട്ടിയ എടുത്ത് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നു. അതാണ്. അത് അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പാനിൽ തന്നെ പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്ത് വീണായിരുന്നു. ഗെയിമും കഴിഞ്ഞ് കളിയും കഴിഞ്ഞ് മാൻ ഓഫ് ദ മാച്ചും എല്ലാ പരിപാടിയും കൊടുത്തു. മാച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷവും അതാണ് അതില് നമുക്ക് കാരണം അതെ നമുക്ക് ആകെ പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഹർഷിത് റാണയുടെ കംബാക്ക് ആയിരുന്നു. പുള്ളിക്ക് ഞാൻ കളി കണ്ടില്ല, ആക്ച്വലി ഇച്ചിരി തിരക്കായിരുന്നു. നീ കണ്ടായിരുന്നു? അപ്പൊ നമ്മൾ ക്രിക്കറ്റ് നോക്കിയാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ പറയാം. കാരണം കളി കണ്ടിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയായിരുന്നു കളി പോയെന്നുള്ളത്. അത് ഞാൻ കളി കാണാൻ വേണ്ടി ഹോട്ട്സ്റ്റാറിൽ നോക്കിയിരുന്നു, പക്ഷെ ഹോട്ട്സ്റ്റാർ നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലായത് ഹോട്ട്സ്റ്റാറിലല്ല കളി. പിന്നെ സോണിയിലും ഇല്ല, പൈസ ഇല്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ സോണി ലൈവിലായതുകൊണ്ട് അത് അറിഞ്ഞപ്പോഴത്തേക്കും കളി ഓൾമോസ്റ്റ് തീർന്നിരുന്നു. പിന്നെ ക്രിക്കറ്റിലിരുന്ന് ബാക്കിയൊന്ന് കളി നോക്കിയത്. പിന്നെ ശ്രേയസ് ഒരെണ്ണം എടുത്തോളൂ. സഞ്ജു സാംസൺ 5 റൺ 4 ബോൾ 5 റൺ 4 മാത്രം അടിച്ചു. അഭിഷേക് ശർമ്മ 49. അങ്ങനെ വളരെ ഭേദപ്പെട്ട രീതിയിലാണ്. പിന്നെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ പറയുകയാണെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണ തന്നെയാണ്. 57 റൺ. കഴിഞ്ഞ 4 കളിയിൽ ഒരു വിക്കറ്റേ വിട്ടിട്ടുള്ളൂ. അതിൽ 43 റൺ അങ്ങോട്ടാണ് വിട്ടുകൊടുത്തത്. ബാക്കി എല്ലാം 45-50 റേഞ്ചിലാണ്. എന്തുകൊണ്ട് വീണ്ടും പ്രസിദ്ധ് കൃഷ്ണ ബാക്ക് ചെയ്യുന്നു? അതെ, വേറെ നമുക്ക് T20 ബോളേഴ്സിന് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരാളെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പ്രിൻസ് യാദവിനെ പ്രതീക്ഷിച്ചു. ഞാൻ പ്രസിദ്ധ് കൃഷ്ണ പറയുന്നതല്ല, ഏകദേശം പ്രസിദ്ധ് കൃഷ്ണയും പ്രിൻസ് യാദവും എനിക്ക് ഏകദേശം ഒരുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ ലെവൽ വ്യത്യാസം തോന്നിയിട്ടില്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും വേരിയേഷൻസ് ഒരുപാട് ഞാൻ പ്രിൻസ് യാദവ് കണ്ടിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ട്രൈ ചെയ്തില്ല. വൈഭവ് സൂര്യവംശി പുള്ളിക്കാരൻ ഡെബ്യൂ ചെയ്തോണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എല്ലാം കളിച്ചെന്ന് പറഞ്ഞാൽ ടീമിൽ വരണം നിർബന്ധമില്ല. കാരണം ഫസ്റ്റ് വന്ന ഒരാളാണ്, കുറച്ചൊരു ബെഞ്ചിൽ നിന്ന് പഠിക്കട്ടെ എന്നാണ് അശ്വിൻ പറഞ്ഞത്. ഈ അശ്വിൻ അല്ല, അതിന്റെ സൂര്യവംശിയുടെ കാര്യം പറഞ്ഞപ്പോ ഇന്ത്യയെ അവര് ട്രൈ നേഷൻ സീരീസ് കഴിഞ്ഞു. അതിലും ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ വൈഭവ് സൂര്യവംശി ചെറുക്കന്മാരെ വീട്ടിലിരിക്കണം, ആ ട്രോളൊക്കെ വന്നായിരുന്നു. സൂപ്പർ ഓവർ സൂപ്പർ ആ മത്സരത്തിൽ ഒരുപാട് വിമർശനം വന്നു സൂര്യവംശിക്ക്. അല്ല, അതില് തിലകിന് വന്നായിരുന്നു. കാരണം സൂപ്പർ ഓവർ ഇല്ല, ഗെയിം ഈക്വൽ പോയിന്റ് കൊടുത്ത് വിട്ടപ്പം ഇന്ത്യ പോയി ചോദിച്ചു. അത് ഓക്കെ, അതിൽ ഞാൻ പറയുന്നില്ല. കാരണം കളി ഒരു എൻഡ് പോകണം തന്നെയാണ്. ഇപ്പോ ഇന്ത്യ ജയിച്ചോ തോറ്റോ അത് വേറെ കാര്യം. പക്ഷെ ആ ഒരു അധികം കാണാത്തൊരു സംഭവം. കാരണം സൂപ്പർ ഓവർ
ഒരു കൗതുകം. വന്നവർക്ക് നിരാശപ്പെട്ട് പോകേണ്ടി വന്നില്ല. ഇല്ല, ലാസ്റ്റ് ബോൾ വരെ ത്രില്ല് ചെയ്താണ് ഗെയിം ഫിനിഷ് ചെയ്തത്. ചെറിയ സംശയം. അപ്പൊ അത് കഴിഞ്ഞിട്ട് സൂപ്പർ ഫാസ്റ്റ്. അപ്പൊ അത് കഴിഞ്ഞ പിന്നെ ഫൈനലിൽ വീണ്ടും അതുപോലെ തന്നെ ഇന്ത്യ 28 ബോൾ 94 റൺ നിൽക്കുമ്പോൾ 29 ബോൾ ഔട്ടായി. അതിൽ എടുത്ത് പറയേണ്ടിരുന്നത്, ഞാൻ ചരിത്രത്തിൽ ഇത്രയും കാലം ഞാൻ കളി കണ്ടിട്ട് ഇങ്ങനെ സാധനം കണ്ടിട്ടില്ല. പ്രഡിക്റ്റഡ് സ്കോർ 900. അതാ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ വരും സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ ചിലപ്പോഴും പണ്ടൊക്കെ സ്വപ്നം കണ്ടില്ല ഞാൻ കളിക്കാൻ പോണേ എല്ലാ ബോൾ 6 അടിച്ചിട്ട് പോയി ഇത്ര സ്കോർ എത്തിയിട്ടില്ല. 11 ബോൾ 50. അന്നത്തെ ദേശം അങ്ങെല്ലാം ബാറ്റ് കൊണ്ട് അങ്ങനെ ആണ്. കാരണം ഈ സൂര്യവംശിയുടെ ഇത് പറഞ്ഞപ്പോഴാണ് അണ്ടർ-19 വേൾഡ് കപ്പ് ഫൈനൽ ഉണ്ടായിരുന്നല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ മറ്റേ സ്കോർ പ്രൊജക്റ്റിൽ 500+ ഒക്കെ കാണുന്നത്. ഫസ്റ്റ് ടൈം 500+ ആണ് സ്കോർ പ്രൊജക്ടർ കാണിച്ചത്. കാരണം അപ്പോഴത്തെ റൺ റേറ്റ് നോക്കുമ്പോൾ 510 ആണ്. അല്ല, റൺ റേറ്റ് വെച്ച് അടിക്കേണ്ട സ്കോർ. എങ്ങനെ ഇരുന്ന കളിയല്ലേ ഇതൊക്കെ. പണ്ട് 260 സെമിഫൈനൽ 260 എടുത്തത്. അത് ഇന്ത്യ ടഫ് ജയിക്കൂലെന്ന് പറഞ്ഞിരുന്നാണ് ഇന്ത്യ ജയിച്ചത്. നമ്മുടെ എടുത്തു പറയേണ്ടത് യുവരാജ് സിംഗിന്റെ ആ സമയത്താണ് ഇന്ന് T20 260 അടിച്ചിട്ട് നോക്കുന്നത്. അതെ, ടെസ്റ്റ് പറയേണ്ട കാര്യമില്ല. അതിന്റെ ഇടയിൽ ടെസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് 1-1 ഞാൻ നോക്കിയപ്പോ അവസാനം ഇപ്പൊ കളി ഞാൻ കണ്ടില്ല. അപ്പൊ മൂന്നാമത്തെ ടെസ്റ്റ് തുടങ്ങി. വളരെ മികച്ച രീതിയിൽ തന്നെ ഇടയ്ക്ക് മറ്റേ ഇത് വന്നായിരുന്നു, ഗ്ലെൻ ഫിലിപ്പ് ആർച്ചർ. ആ ഒരു സംഭവം വന്നായിരുന്നു. ആർച്ചറിന്റെ ബൗൺസർ ഗ്ലെൻ ഫിലിപ്പ് കണ്ണാടി വെക്കുന്നു. പക്ഷെ അത് മറ്റേ ഇതാണ് സൺഷെയ്ഡ്, അത് അടിക്കുന്നതാണ്. മാസല്ലേ, മാസൊക്കെ കൊള്ളാം. എന്നിട്ടും ചെന്നം പിന്നെ അറിയായിരുന്നു ബൗൺസർ ആയിരുന്നു. ആർച്ചറിന് ഇഷ്ടപ്പെട്ടു. ലീഗിന് ഹർട്ടായെന്ന് തോന്നുന്നു. ചെന്നം പിന്നെ ബൗൺസർ ആയിരുന്നു. അവസാനം പിന്നെ ആർച്ചറിനെ മാറ്റി പിന്നെ സെഞ്ചുറി അടിച്ചു 600 അടിച്ചു. അങ്ങനെ ആ കളി ജയിച്ചു. കാരണം ആ ടൈമിൽ അറൗണ്ട് ഒരു 300 എത്തുമെന്ന് വിചാരിച്ച കളി 390 എത്ര വരെ പോയി ആ ഇന്നിങ്സ് അടുത്ത ദിവസം. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ഈ മൂന്നാമത് നടക്കുന്നത് ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിൽ ഫസ്റ്റ് ഇന്നിങ്സിലെ 300 എത്ര റൺസിൽ ഒരു വിക്കറ്റ് കണ്ട നിലയുന്നത് അടുത്ത ദിവസം 400 എത്ര ആൾ ഔട്ട് ആക്കി. വൻ കംബാക്ക് ആയിരുന്നു. അതിൽ ഞാൻ കണ്ടു. പിന്നെ നോക്കണം. പിന്നെ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്യുന്ന ആൾക്ക് ഇവിടെ ചെന്നമിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കും. അതിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ അതിന്റെ മെയിൻ ആളായിട്ട് വരുന്നതായിരിക്കും. നമ്മളൊരു ട്രൈ ചെയ്തിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച കണ്ടോ ഓഡിയോ നമ്മൾ നോക്കിയിരുന്നു. പക്ഷെ അത് കാര്യമായിട്ട് നടന്നില്ല. അത് പ്രഡിക്ഷനൊക്കെ നടന്നു. പക്ഷെ സൗണ്ട് മാത്രം. കളിയിലെ പ്രഡിക്ഷനില് 7 എണ്ണം സമ്പൂർണ്ണ പരാജയം. റൊണാൾഡോ ഹാട്രിക് അടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഫസ്റ്റ് കളിയിൽ. വേറെ 2 ശരി നമ്മൾ അതൊക്കെ പറഞ്ഞ 2-3 കറക്റ്റായിരുന്നു. സമനില കൃത്യമായിട്ട് നമ്മൾ പ്രയോഗിച്ചു. ഇതിന് മെയിൻ ഹൈലൈറ്റ് 2 കളി കാണാറില്ല. ആകപ്പാടെ മെസ്സി റൊണാൾഡോ നെയ്മർ ഈ 3 പേരെയും വെച്ചിട്ട് ഓടുന്നൊരു ഫിഫയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എടുത്ത് പറയാനുള്ളത് കോപ്പ അമേരിക്ക ഏതൊക്കെ കുറച്ച് ടീമുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ കട്ട് ഇതൊന്നും അടുത്ത ഇതിലാ വരുന്നത്. ജോയിൻ ചെയ്യുന്നു ഇത് കഴിഞ്ഞ് നോക്കണം. ഇത് കഴിഞ്ഞിട്ട് നീ T20 അടുത്ത ഇംഗ്ലണ്ടുമായിട്ടാണ് വുമൻസ് വേൾഡ് കപ്പില് ഇപ്പോഴും പാകിസ്ഥാൻ ഇപ്പോഴും ഇത് തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ICC ചെയർമാനായിട്ടുള്ള നമ്മുടെ ദേശീയ ഇന്ത്യക്കാരനെ കൊണ്ട് പുള്ളിക്കാരുടെ ഇന്ന് ട്രോഫി മേടിക്കില്ല എന്നുള്ള ഒരു നേരത്തെ തീരുമാനിച്ചത്. അതുകൊണ്ട് പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് അവരിപ്പോഴും ആ വാക്കിൽ പാലിക്കുന്നുണ്ട്, കൃത്യമായിട്ട് വാക്ക് പാലിക്കുന്നുണ്ട്. കാരണം അവരന്നേ പറഞ്ഞു നേഷ്യക്കപ്പ് മേടിക്കാതെ പറഞ്ഞു നമ്മൾ ഇന്ത്യയുടെ എന്നുള്ളത്. അത് ബേസിക്കലി എനിക്കിപ്പോഴും വേണ്ട ഷാഖാന്റെ പോലും ചെയ്യുന്നില്ല എന്ന് ഇപ്പോഴും അതിനെതിരാണ്. പക്ഷെ പൊളിറ്റിക്സ് ആദ്യം അവരെ കൊണ്ടുവന്നിരുന്നത്. കാരണം വെറുതെ ഇരുന്ന കളിയിൽ ഇങ്ങനെ കാണിച്ചൊക്കെ അവരാണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ നമ്മളും പൊളിറ്റിക്സ് ഇറങ്ങി. സമയം എടുക്കും എന്നുള്ളത് ശരിയാവാൻ അധികം സമയം എടുക്കില്ല. കാരണം ശരിയാവൂലെന്നാണ്, ശരിയാവത്തില്ല. കുറച്ച് സമയം എടുത്ത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല. കാരണം
ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇനി ശരിയാവാൻ സാധ്യത കുറവാണ്. കാരണം ആ ഒരു ഫീൽഡിൽ കാണിച്ചത് അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടില്ല. കാരണം ഒരു ട്രാജഡിയാണ് അവര് പൊലിപ്പിച്ച് കാണിച്ചിരുന്നത്. നമ്മളതിന് തിരിച്ച വാക്ക് കൊണ്ടും ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഞങ്ങൾ ആഞ്ഞടിക്കും. ഇതിന് സമയമില്ല. ഞാനിപ്പം നിലവിലിപ്പം വുമൺസിൽ ഇപ്പോൾ സെമിഫൈനലിലോട്ട് പോയിട്ടുള്ളത് ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ. പിന്നെ ഒരു സ്പോട്ടിലോട്ട് രണ്ടൊരു അടി ഉണ്ടാക്കുന്നുണ്ട്, ഇന്ത്യ ഓർ സൗത്ത് ആഫ്രിക്ക. നമ്മുടെ സമയം വെച്ചിട്ട് നമ്മുടെ സമയം ഭയങ്കര മോശമായത് കൊണ്ട് സൗത്ത് ആഫ്രിക്ക കയറാനും, സൗത്ത് ആഫ്രിക്ക നല്ല ബെസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇന്ത്യ കയറാനും അവസ്ഥ പറയാനുള്ള ഓർമ്മ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത എപ്പോഴേലൊക്കെ കാണാം. അതെ, ബൈ.